ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ബാലൻ ദ ബോയ് കണ്ടോ? മഞ്ജുമൽ ബോയ്സിന് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ്ത ജിത്തു മാധവൻ ഈ പടം ഒരു ഗംഭീരമായ അനുഭവമാണ്. തിയേറ്ററിൽ മിസ്സായവർ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ OTTയിൽ വന്നിട്ടുണ്ട്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ചില കാര്യങ്ങളുണ്ട് ഈ ചിത്രത്തോട്. ദ മെയിൻ സ്റ്റോറി ഒരു അമ്മൻ മോണം ജീവിക്കാൻ വേണ്ടി പടുന്ന പാഠം, അവരുടെ സ്നേഹിതം കഥ ആണ് ഇത്. ബേസിക്കലി സ്റ്റോറി ഓഫ് മദേഴ്സ് ആൻഡ് സൺസ് ലവ് ആൻഡ് സർവൈവൽ. ബാലൻ തന്നെ വിട്ടുപോയ അമ്മയെ തേടി ഇറങ്ങും. അവരുടെ പാസ്റ്റിലെ നിന്നു രക്ഷപ്പെടാൻ അവർ ഒരുപാട് സ്ഥാനങ്ങൾ മാറി മാറി സഞ്ചരിക്കുന്നു. ഈ യാത്രയിൽ ബാലൻ അമ്മയുടെ പാസ്റ്റിനെ പറ്റി മനസ്സിലാക്കും കാര്യങ്ങൾ ആണ് ഈ മെയിൻ പ്ലോട്ട്. കിടിലൻ പെർഫോമൻസസ്. ഫർസാന അമ്മയുടെ വേഷം വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. കുട്ടിക്കാലത്തിലെ ബാലൻ ആയ വാണ ആദിശേഷൻ കണ്ണുകളിലെ ആ ഇന്നോസെൻസ് നമ്മുടെ മനസ്സിൽ തൊട്ട് നിൽക്കും. പിന്നെ ടൊവിനോ തോമസിന് ഒരു സ്പെഷ്യൽ റോൾ ഉണ്ട് ഇതിൽ. പുള്ളി സ്റ്റാർ ഇമേജ് എല്ലാം മാറ്റിവെച്ച് ചെയ്ത ഒരു നല്ല റോളാണ് ഇത്. അടിപൊളി പെർഫോമൻസ് ഉണ്ട് ഇതിൽ. പിന്നെ ടെക്നിക്കൽ ബ്രില്യൻസ് കണ്ട ചിദംബരം വിഷ്വൽസിൽ ഒരു മാജിക് കണ്ടുവരും. സൈജു ഖാലിദ് സിനിമാറ്റോഗ്രഫി മാർവലസ്ன்னு சொல்லல. அண்ட் தென் கம்ஸ் டு த மியூசிக், சுஷின் ஷியாம். த பேக்ரவுண்ட் ஸ்கோர் படத்தோடைய ஒரு மிஸ்டீரியஸ் அண்ட் எமோஷனல் ஃபீல் நம்மளோட ഉള്ളിലേക്ക് എത്തിക്കും ഇത്. ആൻഡ് എമോഷണൽ കണക്ട്. ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആണ്. സെക്കൻഡ് ഹാഫ് പടം കുറച്ച് സ്ലോ ஆனால் ക്ലൈമാക്സ് ആവുമ്പോൾ ആ അമ്മയെ മോണം തമ്മിലുള്ള ബന്ധം നമുക്ക് നന്നായി ഫീൽ ചെയ്യും. ഒരു കമേഴ്ഷ്യൽ മാസ് പടമല്ല, പക്ഷേ ഒരു ഹോണ്ടിങ് ടു മദർഹുഡ് ആണ് ഈ സിനിമ. ഇൻ കേസ് നിങ്ങൾ തിയേറ്ററിൽ മിസ് ആണെങ്കിൽ സാരമില്ല. ബാലൻ ദ ബോയ് ഇപ്പോൾ G5 അവൈലബിൾ ആണ്. ജൂലൈ 31, 2026 തൊട്ട് സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഒരു റെഗുലർ തട്ടുപോലെ എൻ്റർടൈനർ പ്രതീക്ഷ കാണാതെ ഒരു ഡീപ്പ് ഇമോഷണൽ ക്യാരക്ടർ ഡ്രിവൻ സർവൈവൽ ത്രില്ലറാണ് ഈ ബാലൻ ദ ബോയ്. വീക്കെൻഡിലെ ഒരു നല്ല പടമാണ്. ഒരു പുതിയ ഒരു ഫീൽ കൊണ്ടുവരും. കണ്ടു നോക്ക്, ഇരുപ്പായം കണ്ടിപ്പാக ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.